റഷ്യ ഉക്രൈൻ യുദ്ധം അവസാന ലാപ്പിലേക്ക് കടക്കുന്നുവെന്ന് സൂചന നൽകിക്കൊണ്ട് റഷ്യയുടെ വലിയ രീതിയിലുള്ള ആക്രമണം യുക്രൈനിൽ നടക്കുമ്പോൾ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി ര്യാബ്കോവ് നടത്തിയ ഒരു വലിയ പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ലോകം ഭീതിയോട് കൂടി തന്നെയാണ് ശ്രവിച്ചത്. അദ്ദേഹം പറയുന്നത്, യുദ്ധം ഇത്തരത്തിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ പാശ്ചാത്യ ശക്തികൾ, അതായത് യൂറോപ്യൻ ശക്തികൾ ഈ യുദ്ധത്തിന് പിന്തുണച്ചുകൊണ്ട് എത്തുകയാണെങ്കിൽ തങ്ങളുടെ ആണവ നിലപാട് മാറ്റും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനായി അദ്ദേഹം പറഞ്ഞത് 2020 പുടിൻ പറഞ്ഞ ആ ഉത്തരവ്, പുടിൻ നൽകിയ ആ ഉത്തരവിൽ പ്രത്യേകമായി പറയുന്നു, ശത്രുവിൻ്റെ ആണവ ആക്രമണമോ രാജ്യത്തിന് നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന പാരമ്പര്യ രീതിയിലുള്ള ആക്രമണമോ തുടർന്നാൽ തങ്ങളുടെ നയം മാറ്റും എന്ന് 2020 പുടിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് തങ്ങൾ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി അറിയിച്ചത്. ഇതോടുകൂടിയാണ് ലോകം വലിയ ഭീതിയിലേക്ക്, ഒരു ആണവ യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചില സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടാസ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ ചെറിയ അളവിലുള്ള, പരിമിതപ്പെടുത്തിയ അളവിലുള്ള ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള ആണവ യുദ്ധത്തിലേക്ക് പോയാൽ അത് ലോകത്തിന് തന്നെ നാശമാകും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ആണവ യുദ്ധത്തിനും റഷ്യ മടിക്കില്ല എന്നാണ് ടാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ആണവ യുദ്ധത്തിൻ്റെ ഒരു വലിയ ഒരു സംശയം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു ആണവ റിയാക്ടറിന് സമീപത്തേക്ക് ഉക്രൈൻ ഡ്രോൺ തൊടുത്തുവിട്ടത് തീപിടുത്തത്തിനിടയാക്കിയിട്ടുണ്ട്. അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുമോ എന്നറിയില്ല. ഏതായാലും ലോകം ഇപ്പോൾ ഭയക്കുന്നത് ആണവ യുദ്ധത്തിലേക്ക് റഷ്യ നീങ്ങുമെന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.